ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ജെൻഡർ ന്യൂട്രാലിറ്റി അത് സ്കൂൾ യൂണിഫോമിലും പ്രകടമാകാൻ തുടങ്ങിയതോടെ പ്രസ്തുത വിഷയം കേരളക്കരയിൽ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. ആ വിഷയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. മാന്യമായ അനുയോജ്യമായ കംഫർട്ടായ വസ്ത്രം ധരിക്കുവാൻ ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട്. സ്ത്രീക്കും പുരുഷനും അവർ അർഹിക്കുന്ന പരിഗണനയും ബഹുമാനവും ആദരവും എന്നും കൊടുക്കണം. എന്നാൽ സ്കൂൾ യൂണിഫോമിൽ ആരംഭിച്ച ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ഈ ഒരു കോൺസെപ്റ്റ് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിൽ ആശങ്കകൾ ശക്തമാണ്. സ്ത്രീയുടെയും പുരുഷൻ്റെയും അനന്യത ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയിലൂടെ ചോദ്യം ചെയ്യപ്പെടുകയാണോ എന്ന ആശങ്ക തീർച്ചയായും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഷെക്കീന ചർച്ച ചെയ്യുന്നു, ജെൻഡർ ന്യൂട്രാലിറ്റിയിലേക്കുള്ള ചുവടുവെപ്പ് അപകടകരമോ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ഭാരത് മാതാ കോളേജ് എക്കണോമിക്സ് വിഭാഗം മുൻ മേധാവി ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, കോളമിസ്റ്റ് ശ്രീ നിർമ്മൽ അബ്രാഹാം. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, നമുക്കറിയാം ആണും പെണ്ണും ഒരേ വസ്ത്രം ധരിച്ചതുകൊണ്ട് മാത്രം ഒരു ആൺ മേധാവിത്വം നിലനിൽക്കുന്നു എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത കൈവരുമോ? ഡോക്ടർ കൊച്ചുറാണി ജോസഫ്. തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇത് വലിയ വിവാദമാകുന്നത്. സെക്സും ജെൻഡറും രണ്ടാണ്. സെക്സ് എന്നുള്ള വാക്ക് ഒരു ബയോളജിക്കൽ ശരീരശാസ്ത്രപരമായ വാക്കാണ്. ജെൻഡർ എന്നുള്ള വാക്ക് മോർ ഓഫ് എ സോഷ്യോളജിക്കൽ ഒരു സാമൂഹ്യപരമായ വാക്കാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിന്റെയും സാമൂഹ്യ പശ്ചാത്തലത്തിലുള്ള തുല്യതാ പദവിയെക്കുറിച്ചുള്ള ചിന്തയാണ്. സ്ത്രീയും പുരുഷനും തുല്യരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും അവർ വ്യത്യസ്തരാണ്. ശാരീരികമായി അവർ വ്യത്യസ്തരാണ്, മീൻസ് ശരീരഘടനയിലുള്ള വ്യത്യാസം. രണ്ട്, ബൗദ്ധികമായി അല്ലെങ്കിൽ മാനസികമായി അവർ വ്യത്യസ്തരാണ്. ഒരേ കാര്യത്തെ സ്ത്രീയും പുരുഷനും അനലൈസ് ചെയ്യുന്ന രീതിയിൽ, അത് അസിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. മൂന്ന്, വൈകാരികമായി ഇവർ വ്യത്യസ്തരാണ്. ഒരേ കാര്യത്തെ സമീപിക്കുന്ന സമീപനത്തിൽ വ്യത്യസ്തതയുണ്ട്. പിന്നെ എന്താണ് ഈ തുല്യതാ പദവി അഥവാ ഇക്വാളിറ്റി? ഇത് അന്തസ്സിന്റെ സമത്വമാണ്. അവിടെയാണത് ജെൻഡർ സോഷ്യോളജിക്കൽ ആകുന്നത്. ഇത് അന്തസ്സിന്റെ സമത്വമാണ്. സ്ത്രീയും പുരുഷനും തുല്യ അന്തസ്, ദ ഡിഗ്നിറ്റി, പദവി, അന്തസ്, ശ്രേഷ്ഠത, ഇത് രണ്ടുപേർക്കും തുല്യത ഉണ്ട് എന്ന കൺസെപ്റ്റിൽ നിന്ന് ചിന്തിച്ചു തുടങ്ങിയാലേ നമ്മുടെ ഈ ചർച്ച മുന്നോട്ട് പോവുകയുള്ളൂ. ബിബ്ലിക്കലായിട്ട് ഇപ്പം നമ്മൾ കാണുകയാണെങ്കിൽ പോലും സ്ത്രീയും പുരുഷനും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഒരേ ദൈവത്തിന്റെ നന്മയുടെയും ജ്ഞാനത്തിന്റെയും പ്രതിഫലനമാണ് സ്ത്രീയുടെയും പുരുഷന്റെയും ജെൻഡറിൽ നമ്മൾ കാണുന്നത്. ഈ ജെൻഡർ മനസ്സിലാക്കുമ്പോഴാണ് വസ്ത്രം ധരിച്ചത് കൊണ്ട്, ഒരു പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിച്ചതുകൊണ്ട് പുരുഷനാവുകയോ അല്ലെങ്കിൽ തിരിച്ചോ സംഭവിക്കുന്നില്ല. സ്ത്രീയും പുരുഷനും വ്യത്യസ്തരായ വസ്ത്രധാരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾക്കിപ്പോൾ ഈ സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ ജെൻഡർ അടിസ്ഥാനത്തിൽ വന്ന മാറ്റത്തിൽ നിങ്ങൾ ഓർക്കുക, പ്രൊഫഷണൽ കോളേജുകളിലേക്ക് ചെല്ലുക, MBA കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ചെല്ലുക, രണ്ടുപേർക്കും ഒരേ യൂണിഫോമാണ്. എത്രയോ സെൽഫ് എസ്റ്റീമോട് കൂടിയാണ് ആ പാൻസും ഷർട്ടും ധരിച്ച് എഞ്ചിനീയറിംഗ് കോളേജിലും MBA കോളേജിലും പെൺകുട്ടികൾ ഓടി നടക്കുന്നതെന്ന് നേരിട്ട് കണ്ടു കഴിയുമ്പോൾ പിന്നെ എന്തുകൊണ്ട് അത് LKG മുതൽ സ്കൂൾ തലം തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോയി കൂടാ? ഇവിടെയാണ് ആ ചോദ്യം വരുന്നത്. നമ്മുടെ സമീപനത്തിന്റെ പ്രശ്നമാണ്, നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. നമ്മളെ ഒരു പാട്രിയാർക്കൽ സെറ്റപ്പിൽ പണ്ട് തുടങ്ങി കണ്ടുവച്ചിട്ട് രീതിയിൽ നമ്മുടെ വിചാരം പാൻസ് എന്ന് പറഞ്ഞ പുരുഷന്റെ ഡ്രസ്സാണ്. അല്ല, ലോകം മുഴുവൻ യാത്ര ചെയ്ത് നോക്ക്, അതിനകത്തൊരു ജെൻഡർ ന്യൂട്രാലിറ്റി ഉണ്ട് ആ ഡ്രസ്സിൽ തന്നെ. അതുകൊണ്ട് ഇന്ന വസ്ത്രം സ്ത്രീയുടേതെന്നോ ഇന്ന വസ്ത്രം പുരുഷന്റേതോ എന്ന് നമ്മൾ അവിടെ വേർതിരിച്ച് കാണുമ്പോഴാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ ഒരു വിവാദ വിഷയമാകുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു സഭാപരമായി ചിന്തിക്കുകയാണെങ്കിൽ, സഭാ പ്രബോധനങ്ങളിൽ സ്ത്രീയെ കുറിച്ച് ഉപയോഗിക്കുന്ന വാക്ക് സ്ത്രൈന പ്രതിഭ എന്നുള്ള വാക്കാണ്. ദ ഫെമിനിൻ ജീനിയസ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ആദ്യമായി വാക്ക് ഉപയോഗിച്ചത്. തുടർന്ന് ബെനഡിക്ട് 16 മാർപ്പാപ്പയും ഇപ്പോൾ വീണ്ടും ഫ്രാൻസിസ് പാപ്പായും വളരെയധികം ഉപയോഗിക്കുന്ന വാക്കാണ് ഫെമിനിൻ ജീനിയസ്.
എൻ്റെ കൂടെ ജീവിക്കുന്ന സ്ത്രീ, അതെൻ്റെ അമ്മയാകാം, സഹോദരിയാകാം, ഭാര്യയാകാം, മകളാകാം, എന്നോടൊപ്പം തുല്യമായ അന്തസ്സിനും പദവിക്കും തുല്യതാ പദവിക്കും അർഹതയുണ്ട്. അവളുടെ ജീവിതം കൂടുതൽ കംഫർട്ട് ആക്കുന്നതിലൂടെ ഞാനെന്ന പുരുഷന്റെ മാന്യതയാണ് അവിടെ വലുതാകുന്നത്. ഞാനെന്ന പുരുഷന്റെ മാന്യത, അന്തസ്സും വലുതാവുകയാണ്. ഒരു സമൂഹത്തിന്റെ അന്തസ് അവിടെ സ്ത്രീകൾക്ക് നമ്മൾ കൊടുക്കുന്ന മാന്യതയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടായിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീ ഇന്ന വസ്ത്രം ധരിക്കണം എന്ന് കാലാകാലങ്ങളിൽ പാട്രിയാർക്കലായിട്ട് നമ്മൾ ചിന്തിച്ചു വരുന്ന കാലത്ത് നമ്മൾ വ്യത്യാസപ്പെടണം. ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, ഒരു കാര്യം അങ്ങ് പറഞ്ഞൊരു വ്യക്തത വരുത്താം. അങ്ങ് പറയുന്നത് ന്യായമായ കാര്യമാണ്. കാരണം നമുക്കറിയാം, ഈ യൂണിഫോം ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ആ സ്കൂളിലെ പെൺകുട്ടികൾ പറഞ്ഞു അവർ കംഫർട്ടാണ്. ആ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ അവർ തീർച്ചയായും കംഫർട്ടാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം പെൺകുട്ടികൾക്ക് അവർക്ക് കംഫർട്ടായ, അവർക്ക് സുരക്ഷിതത്വം തോന്നുന്ന വസ്ത്രം ധരിക്കുവാനുള്ള അവകാശം അവർക്കുണ്ട്. എങ്കിൽ പോലും നമുക്കറിയാം, ഒരു സ്ത്രീ ഇപ്പം അങ്ങയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അങ്ങ് കമ്മൽ ധരിച്ചിട്ടുണ്ട്, മാല ധരിച്ചിട്ടുണ്ട്, അതൊക്കെ അങ്ങയുടെ സ്ത്രീത്വത്തെ അടയാളപ്പെടുത്തുന്ന വളരെ വിലയേറിയ ഒരു അടയാളങ്ങളാണ്. അതൊക്കെ ഒരു എന്താ പറയുന്നത്, തുല്യതയുടെയൊക്കെ ഒരു പേരിൽ അതൊക്കെ അത്തരം കാര്യങ്ങൾ ഒരു ഉപേക്ഷിക്കുന്നത്, അതൊക്കെ ഒരു സ്ത്രീത്വത്തെ അടയാളപ്പെടുത്തുന്ന മഹത്വമേറിയ ഈ അടയാളങ്ങളെ ഒരു ആക്ടിവിസം അല്ലെങ്കിൽ തുല്യതയുടെയൊക്കെ പേരിൽ ഉപേക്ഷിക്കുന്നത് എത്രമാത്രം ശരിയാണ് ഡോക്ടർ കൊച്ചുറാണി ജോസഫ്? ഈ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളൊക്കെ ട്രഡീഷൻ, പാരമ്പര്യവും ഒരു പരിധിവരെ സംസ്കാരവും അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. ഒരു സ്ത്രീ ഈ സ്വർണമോ ഈ ആഭരണങ്ങളോ ഒന്നും അണിയേണ്ട കാര്യമില്ല. ഒരു സ്ത്രീയുടെ സൗന്ദര്യം ഇരിക്കുന്നത് ബാക്കി മോഡികളിൽ അവൾ കെട്ടിത്തൂക്കുന്ന സാധനം അതിലൊന്നും അല്ല ഇരിക്കുന്നത്. പക്ഷെ പാരമ്പര്യവും സംസ്കാരവും, ഇത് രണ്ടും, ട്രഡീഷൻ ആൻഡ് കൾച്ചർ, അത് അവളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ചില ചിന്തകളിൽ നിന്ന് മാത്രമായി ഇത് ഇടുന്നത്. എത്രയോ സ്ത്രീകളെ, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാലേ, ഒരു കമ്മല് പോലും ഇടേണ്ട ആവശ്യമില്ല. പാരമ്പര്യം വന്നതുകൊണ്ട് സംഭവിക്കുന്നത് അതിനൊന്നും ആവശ്യമില്ല. സ്ത്രീയുടെ സൗന്ദര്യം ഇരിക്കുന്നതിനകത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് പണ്ടത്തേക്കാളേറെ സ്ത്രീയുടെ ദൃശ്യത, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മൊബിലിറ്റി, സാമൂഹ്യ ദൃശ്യത, അല്ലെങ്കിൽ അവൾക്ക് സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അങ്ങനെ കൂടുമ്പോൾ അവളുടെ ഒരു കംഫർട്ട് സോണാണ് അവൾ നോക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, പണ്ട് മുണ്ടുടുത്ത പുരുഷന്മാരെ, മുണ്ട് പാൻസും തമ്മിൽ കമ്പയർ ചെയ്ത് പുരുഷന്മാരെ ആലോചിച്ച് നോക്കിയേ, എല്ലാ ദിവസവും ഒന്ന് മുണ്ടുടുത്തന്നെ നടക്കാൻ അവരോട് പറഞ്ഞു നോക്കിയേ, അവർ പറയും അയ്യോ പാൻസ് ആണ് കംഫർട്ട് എന്ന് പറയും. അത്രയേ ഉള്ളൂ. സാരി ഉടുത്ത സ്ത്രീ ചുരിദാറിലേക്ക് മാറുമ്പോൾ അവൾ ആ കംഫർട്ട് സോൺ കണ്ടെത്തി. ചുരിദാർ ഇട്ട സ്ത്രീ പാൻസിലേക്കോ ജീൻസിലോട്ടോ മാറുമ്പോൾ അവൾ ആ കംഫർട്ട് സോൺ കണ്ടെത്തുകയാണ്. ഇത് അവളുടെ പ്രൊഡക്ടിവിറ്റിനെ, ഉത്പാദനക്ഷമതയോ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടറി, സ്ത്രീ എന്നും ബെനിഫിഷ്യറി ആയിട്ട് ഇരിക്കേണ്ടവളല്ല, സ്ത്രീ കോൺട്രിബ്യൂട്ടറിയാണ്. അതാണ് വിമൻ എംപവർമെന്റ് എന്നൊക്കെ പറയുന്നത്. എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ഫ്രം ദ സ്റ്റേജ് ഓഫ് എ ബെനിഫിഷ്യറി ടു എ സ്റ്റേറ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറി ആണ്. അവൾ കൂടുതൽ കോൺട്രിബ്യൂട്ടറി ആകണമെങ്കിൽ അവളുടെ ശരീരത്തിന് സുഖകരമായ കംഫർട്ടുള്ള വസ്ത്രധാരണത്തിലേക്ക് പോകുന്നു. അവിടെ മാലയോ കമ്മലോ ഒക്കെ അൺനെസസറി തിങ്സ് ആണ്, അനാവശ്യമായ കാര്യങ്ങളാണ്. ഗോൾഡ്, ഞാൻ എക്കണോമിക്സ് പ്രൊഫസർ ആണല്ലോ, ഗോൾഡ് ഒരു ലിക്വിഡ് അസറ്റ് ആണ്. ഗോൾഡ് എന്തിനാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയുക, ഡെമോൺസ്ട്രേറ്റീവ് വാല്യൂ അല്ല ഉള്ളത്. ഗോൾഡ് എന്തിനാണുള്ളതെന്ന് വെച്ചാൽ അറ്റ് എനി ടൈം ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ഗോൾഡ് ഒരു ലിക്വിഡ് അസറ്റ് ആണ്. അതുകൊണ്ട് ഗോൾഡിന് അങ്ങനെയുള്ള ഒരു അസറ്റ് വാല്യൂ ഉണ്ട്, ഗോൾഡിന് പ്രദർശന വാല്യൂ അല്ല ഉള്ളത്. സംഭവം നമ്മുടെ ട്രഡീഷൻ, നമ്മുടെ കൾച്ചർ ഇതിന് പ്രദർശന മൂല്യം കൊടുത്തത് കൊണ്ടാണ് ഈ സ്ത്രീധനം പോലുള്ള പല വിപത്തുകളിലേക്കും ഇന്ന് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഞാൻ തിരിച്ചു വരാം ഡോക്ടർ കൊച്ചുറാണി ജോസഫ്. ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, നമുക്കറിയാം കോഴിക്കോട് തന്നെ ഈ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി അതൊരു ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി യൂണിഫോമിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ വസ്ത്രം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. സ്ത്രീകളുടെ അവർക്ക് ഇഷ്ടമുള്ള മാന്യമായ വസ്ത്രം ധരിക്കുവാനുള്ള അവകാശത്തെ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. എങ്കിൽ പോലും ഈ ജെൻഡർ ന്യൂട്രാലിറ്റി അത് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും വ്യാപിപ്പിക്കുവാൻ ശ്രമം നടത്തുമ്പോൾ ഒരു ആണിന് ആണിൻ്റേതായിട്ടുള്ള യുണീക്നെസ് ഉണ്ട്, ഒരു പെണ്ണിന് പെണ്ണിൻ്റേതായിട്ടുള്ള യുണീക്നെസ് ഉണ്ട്. ആ യുണീക്നെസ് അവിടെ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ? കംഫർട്ടിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റൊരു ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ പെണ്ണാണിന്റെ വേഷം ധരിച്ചാൽ കുഴപ്പമില്ല, അത് നന്നാവും. നിർഭയ ദിനം നമ്മൾ ആചരിക്കുകയാണ് ഇന്ന്. അപ്പോൾ വാസ്തവത്തിൽ അതിൻ്റെയൊക്കെ ചുവടുപിടിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പെണ്ണിന് കൂടുതൽ സുരക്ഷിതത്വം നൽകും എന്ന വ്യാജേന, അല്ലെങ്കിൽ പെണ്ണ് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്നുള്ള വ്യാജേന, ഇത്തരത്തിലുള്ള സംഭവങ്ങളെ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള ഈ നവോത്ഥാന നാടകങ്ങള് ഈ രീതിയിൽ അല്ലെങ്കിൽ പോലും അമേരിക്ക അടക്കമുള്ള വികസിത രാഷ്ട്രങ്ങളിൽ അരങ്ങേറി ഒരു കൂടിക്കലറൽ. അങ്ങനെ സ്കൂളുകളിൽ പോലും ഗർഭനിരോധന ഉറകൾക്ക് പറ്റിയ വിധത്തിലുള്ള വെൻഡിങ് മെഷീൻ വരെ സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ സദാചാര മൂല്യങ്ങളെയും ബോധങ്ങളെയും ഒക്കെ തച്ചുടയ്ക്കുന്ന വിധത്തിലേക്കുള്ള ഒരു ട്രാൻസിഷന്റെ ഒരു ഇനീഷ്യൽ ഘട്ടമായി കൊണ്ട് ഞാൻ ഇതിനെ കാണുകയാണ്. ഈ ഉടുപ്പ് തുല്യതാവാദം, അല്ലെങ്കിൽ യൂണിഫോം
യൂണിസെക്സ് യൂണിഫോം പോളിസി എന്നൊക്കെ പറയുന്നത്. സ്ത്രീകളുടെ ഞാൻ ചോദിക്കട്ടെ നിതിനെ, കാരണം പുരുഷന്മാര് സ്ത്രീകളുടെ വസ്ത്രം ധരിച്ച് തുല്യരാക്കിക്കൂടെ? അങ്ങനെ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? പുരുഷന് സ്ത്രീയുടെ വസ്ത്രം ധരിക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ, തുല്യതയ്ക്ക് വേണ്ടിയാണെങ്കിൽ. എന്തേ അത് അഡോപ്റ്റ് ചെയ്യാത്തത്? സ്ത്രീകളെ അത് സൗന്ദര്യമായി അല്ലെങ്കിൽ അത് സൗകര്യമായി കണക്കാക്കാൻ നിരവധി സ്ത്രീകളുണ്ട്. പുരുഷന് ചിലപ്പോൾ അത് ധരിച്ചാൽ അതിന് സൗകര്യം ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഇതൊക്കെ വാദഗതികൾ എന്തിനു കൊണ്ടുവരുന്നു? ഒരു സമൂഹത്തിന്റെ പക്വതയാർന്ന മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള കുത്തഴിഞ്ഞ ജീവിതങ്ങളെ അഴിച്ചുവിടുമ്പോൾ അതിനുണ്ടാകാവുന്ന ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് ചിന്തിക്കുന്നത് എപ്പോഴും കരണീയമായിരിക്കും. എങ്കിൽ മാത്രമേ ആ സമൂഹത്തിന്റെ നിലനിൽപ്പിന് നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആർക്കാണ് ആവശ്യം? പ്രത്യേകിച്ച് മൂല്യവിചാരവും സദാചാര ചിന്തയും ഇല്ലാത്ത ഒരു തലമുറ ആർക്കാണ് ആവശ്യം? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് മയക്കുമരുന്ന് മാഫിയകൾക്കും അരാജകവാദികൾക്കും ഒക്കെയാണ്. അപ്പോ ആ നിയന്ത്രണങ്ങൾ അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നതിന്റെ ഒരു ഭാവം കൂടിയാണിത്. അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പെണ്ണുടലിന്റെ മഹത്വത്തെ ഇത്തരത്തിൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കുന്ന രീതിയിലേക്ക് പോകുന്നതൊക്കെ കാലഘട്ടത്തിന്റെ ചില പ്രത്യേകതകളും ചില നവോത്ഥാന നാടകങ്ങളുടെ പിന്നാമ്പുറങ്ങളുമാണെന്ന് എനിക്ക് കഴിയൂ. അല്ലാതെ ഇത് സമൂഹം ആഗ്രഹിച്ച് അതിലൊരു പരിവർത്തനം ഉണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടെ അല്ല എന്നുള്ളതാണ് എന്റെ ചിന്ത. ഓക്കെ, വ്യക്തമാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, നേരത്തെ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ പ്രസക്തമായ ചില ആശങ്കകൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഒരു അരാജകത്വത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഈ ഇത്തരം രീതിയിലുള്ള വസ്ത്രധാരണത്തിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ എന്നൊക്കെ. താങ്കൾ അന്താരാഷ്ട്ര തലത്തിൽ വളരെയധികം പരിചയമുള്ളൊരു വ്യക്തിത്വമാണ്. ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പല രീതിയിലുള്ള ആവിർഭാവനങ്ങൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ പല രാജ്യങ്ങളിലും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെയൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? അത് ആ സമൂഹങ്ങളെ എത്രത്തോളം ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്? ശ്രീ നിർമ്മൽ എബ്രഹാം. ഞാൻ അതിലോട്ട് വരുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ചാക്കോ സാറ് പറഞ്ഞതും കൊച്ചുറാണി ടീച്ചർ പറഞ്ഞതും കേട്ടു. എല്ലാ കാര്യങ്ങളും അനുകൂലിക്കുന്നില്ല, ചില കാര്യങ്ങളിൽ എതിരഭിപ്രായമുണ്ട്. ഒന്ന്, ഇപ്പം ഞാൻ MBA കോളേജിൽ പഠിപ്പിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു വ്യക്തിയായ സ്ഥിതിക്ക് കൊച്ചുറാണി ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പൊ 10-12 വർഷമായിട്ട് കോളേജിലെ പെൺകുട്ടികളും ആൺകുട്ടികളും പാൻസ് ധരിച്ചാണ് വരുന്നത്. അതിൽ അസാധാരണമായിട്ടൊന്നും കണ്ടിട്ടില്ല. ഈ ഒരു പുതിയ വാർത്ത വന്നപ്പോഴും അതിലും അസാധാരണമായിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ജോർജ് ഇനീഷ്യലി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിൽ എനിക്കൊരു കൺസേൺ ഉണ്ട്. അതായത് ഇത് ഇപ്പോൾ ഒരു ജെൻഡർ ന്യൂട്രൽ അല്ലെ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യം കൊണ്ടുവന്നപ്പോൾ കിട്ടിയ അക്സെപ്റ്റൻസ് പിന്നീട് പാശ്ചാത്യ രാജ്യങ്ങളിൽ, അതായത് ഡെവലപ്ഡ് എന്ന് നമ്മൾ വിളിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളിലോ കിട്ടിയിട്ടില്ല. അവിടെ വലിയൊരു ബാക്ക്ലാഷ് നടക്കുന്ന സമയത്ത് ഇവിടെ ആളുകൾ ഇത് കൈകൊട്ടി ആഘോഷിക്കുന്നത് കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നു. ഈ കാര്യത്തിലല്ല, ഈ സ്പെസിഫിക് കാര്യത്തിൽ, അതായത് പാൻസ് ധരിക്കുന്നോ അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടിരുന്നതിൽ എനിക്ക് യാതൊരു എതിരഭിപ്രായവുമില്ല. അത് കുട്ടികളുടെ കംഫർട്ട്, താങ്കൾ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആണോ അതിലാണ് കാര്യമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇത് ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ ജെൻഡർ ന്യൂട്രൽ, നമ്മളിപ്പോൾ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന് കേൾക്കുമ്പോൾ ഇവിടെ ആർക്കും അതിശയം തോന്നത്തില്ല. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങൾ വന്നിട്ടുള്ളൂ ഇതിന് പുറമെ പടർന്നു പിടിച്ച ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് ജെൻഡർ ന്യൂട്രൽ ബാത്റൂമുകൾ, ജെൻഡർ ന്യൂട്രൽ പ്രോനൗൺസ്, ജെൻഡർ ന്യൂട്രൽ പേരന്റിങ്, ജെൻഡർ ന്യൂട്രൽ പാസ്പോർട്ട്, ജെൻഡർ ന്യൂട്രൽ സെൻസസ്, ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ്, ജെൻഡർ ന്യൂട്രൽ ജോലികൾ, അങ്ങനെ എല്ലാ ഏരിയയിലോട്ടും എല്ലാ സമസ്ത മേഖലയിലും ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നപ്പോൾ സംഭവിച്ച കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിലൊരു ഉദാഹരണം പറയാം. ഇപ്പം സ്കോട്ട്ലൻഡ്, യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമാണ്, വളരെ ഡെവലപ്ഡ് എന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നോക്കിയാലും വളരെ നമ്മളെക്കാളൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു നേഷനാണ്. അവിടെ ജെൻഡർ ന്യൂട്രൽ ബാത്റൂമുകൾ കൊണ്ടുവന്നു. ആ സമയത്ത് നമ്മൾ ഇന്ത്യയിൽ ഇരുന്ന ആളുകൾ ആഘോഷിച്ചു, നല്ലൊരു മൂവ് ആണെന്ന് പറഞ്ഞു. സ്കോട്ട്ലൻഡിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ സ്കൂളിൽ കൊണ്ടുവന്ന സമയത്ത് ഒരു പെൺകുട്ടി പോലും ജെൻഡർ ന്യൂട്രൽ ബാത്റൂമിൽ കയറിയില്ല. അതിന് അവർ 2-3 കാരണങ്ങളും പറഞ്ഞു. ഒന്ന് വോയറിസം, 2 വാൻഡലിസം, 3 ഹൈജീനിനുള്ള കുറവ്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ പറഞ്ഞു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ ബോയ്ക്കോട്ട് ചെയ്തു. അത് വമ്പൻ പരാജയമായി മാറി. അതിന് തൊട്ട് പിന്നാലെ സ്കോട്ടിഷ് ആളുകൾക്കിടയിൽ ഒരു റിസർച്ച് നടത്തിയപ്പോൾ 60% ആൾക്കാരും അതിനെതിരായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതിന്ന് മനസ്സിലാകുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന കോൺസെപ്റ്റ് എല്ലാ സമസ്ത മേഖലയിലോട്ടും വ്യാപിപ്പിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം പറയാം, ജെൻഡർ ന്യൂട്രൽ പ്രോനൗൺസ്. ഇപ്പൊ ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നു, ജോർജ് ഫോർ എക്സാമ്പിൾ എൻ്റെ സ്റ്റുഡന്റ് ആണ്. ഇന്നലെ വരെ ഹി എന്ന് ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന ജോർജിനെ നാളെ മുതൽ ദേ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം, ഹിയോ ഷിയോ വരുന്നിടത്ത് ദേ ഇടാൻ ഗ്രാമാറ്റിക്കലി പോലും കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഒരു മനുഷ്യന് അങ്ങനെ ഒരു ചേഞ്ച് വരുത്താൻ ബുദ്ധിമുട്ടാണ്.
അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ വിളിച്ചു പോയതിന്റെ പേരിൽ, അതായത് അറിയാതെ ജെൻഡർ ന്യൂട്രൽ പ്രോണൗൺ ഉപയോഗിക്കണം എന്ന് നിർബന്ധം പറഞ്ഞ കോളേജുകളിലോ സ്കൂളുകളിലോ അറിയാതെ ഹീ എന്നോ ഷീ എന്നോ വിളിച്ചു പോയ അധ്യാപകരെ ടെർമിനേറ്റ് ചെയ്യുന്ന അവസ്ഥ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രമൊക്കെ വേണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഒരു കാര്യമുള്ളൂ, ഇപ്പം ഹ്യൂമാനിറ്റേറിയൻ പെർസ്പെക്റ്റീവിൽ ശരിയാണ്, പക്ഷെ ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെങ്കിൽ അത് ഡേഞ്ചറസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറൊരു കാര്യം കൂടെ പറയാം, ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ് എടുക്കാം. എവിടെയൊക്കെ ഇത് കൊണ്ടുവരാൻ സാധിക്കും? ഫ്രഞ്ച് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ ജെൻഡർ ന്യൂട്രൽ ആയിട്ടൊരു ഹിയോ ഷീക്കോ പകരമായിട്ടൊരു വാക്ക് അവിടെ ഇല്ല. അതുകൊണ്ട് ചില ഭാഷകളിൽ ജെൻഡർ ന്യൂട്രൽ ആക്കാൻ പോലും സാധിക്കില്ല. മറ്റൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ജെൻഡർ ന്യൂട്രൽ സെൻസസ് എടുത്തു നോക്കിക്കും, എത്ര ഡേഞ്ചറസ് ആണ്. ജെൻഡർ ഇപ്പൊ UK യൂറോപ്യൻ രാജ്യങ്ങളിൽ 2-3 രാജ്യങ്ങളിൽ അവർ വെച്ചൊരു സജഷനാണ്, ഇനി മുതൽ സെൻസസ് എടുക്കുമ്പോൾ വാട്ട് ഈസ് യുവർ സെക്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജെൻഡർ എന്താ സെക്സ് എന്താ രണ്ടും ചോദിക്കാൻ പാടില്ല എന്ന വാശിയിൽ അവർ മുന്നോട്ട് വെച്ചൊരു കാര്യം. അപ്പൊ ഇത് ഉള്ളൊരു പ്രശ്നം പറയും, സെൻസസ് എടുക്കുന്നത് എന്തിനാണ്? നമ്മൾ വെറുതെ കേരളത്തിൽ എത്ര പേരുണ്ടല്ലേ, ഇന്ത്യയിൽ എത്ര പേരുണ്ടെന്ന് അറിയാനല്ലല്ലോ. അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ മുന്നോട്ടുള്ള പ്ലാനിങ്, ഡെവലപ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചുള്ള അറിവ്, മെയിൽ ടു ഫീമെയിൽ റേഷ്യോ. ഒരു കാര്യം എടുത്തു പറയാം, ഇക്വാലിറ്റി കൈവരിക്കണമെങ്കിൽ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി എങ്ങനെയാണ് തുല്യതയിലോട്ട് എത്തിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ എല്ലാമായിട്ടും പറയുന്നില്ല. ഇപ്പം അതുപോലെ ജെൻഡർ ന്യൂട്രൽ പേരന്റിംഗ് ഉണ്ട്. ഇതിൽ പറയുന്നത് പല രാജ്യങ്ങളിലും പറഞ്ഞ ജെൻഡർ ന്യൂട്രൽ, ഇപ്പം ഈയിടെ എനിക്ക് തോന്നുന്നത് 2-3 വർഷങ്ങൾക്ക് മുമ്പേ ഒരു പരസ്യം ഞാൻ കണ്ടിരുന്നു ഇതുപോലെ ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടുള്ളത്. അപ്പൊ അതിൽ പറയുന്നത് പേരൻസ് ആരും കുട്ടികളെ മകനെ ഹി എന്ന് വിളിക്കാൻ പാടില്ല, മകളെ എടി എന്ന് വിളിക്കാൻ പാടില്ല. എന്റെ മകളെയോ മകനെ എന്ത് വിളിക്കണം ഞാൻ തീരുമാനിക്കും. അത് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് അല്ല. കാരണം ഇൻഡിവിജ്വൽസിനും ഫാമിലിയും ഒരു യൂണിറ്റ് ആണ്, അതിന് അതിൻ്റെതായ റൈറ്റ്സ് ഉണ്ട്. ഒരു കുട്ടിയെ എങ്ങനെ വളർത്തണമെന്ന് അതിന്റെ മാതാപിതാക്കൾക്ക് അറിയാം. നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ വഴിയോ ഗവൺമെന്റ് വഴിയോ വരാം, പക്ഷെ അതിന്റെ അൾട്ടിമേറ്റ് തീരുമാനം പേരൻസിന്റെ നിലയ്ക്കാണ്. അതേസമയത്ത് ഞാൻ 2 കൂട്ടരെ അനുകൂലിക്കുന്നു. ചാക്കോ സാർ പറഞ്ഞ പോലെ പെൺകുട്ടികളായിട്ട് വളർത്തുന്നവരുണ്ട്, പെൺകുട്ടികളെ ഇപ്പം ടോം ബോയിഷ് ആയിട്ട് വളർത്തുന്നവരുണ്ട്. അത് അവരുടെ ഇഷ്ടം, അത് ആ പേരൻസിന്റെ ഇഷ്ടം എന്ന് കാണുന്ന ആളാണ് ഞാൻ. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഇതാണ് ജനറലി ഞാൻ പറഞ്ഞില്ല, മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ, കേരളം ഒരുപാട് മുന്നിലാണ്. എഡ്യൂക്കേഷൻ നമ്പർ 1 ആണ്, ലിറ്ററസിയിൽ നമ്പർ 1 ആണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഓരോന്നായിട്ട് പരിശോധിച്ചാൽ നമ്പർ 1 ആണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഗ്ലോബൽ പൊളിറ്റിക്കൽ അവയർനെസ് അല്പം കുറവുണ്ട്. കാരണം ഗ്ലോബലി എന്തൊക്കെ നടക്കുന്നു, ഇതിന്റെ എഫക്ട്സ് ഇതൊക്കെ ഇവിടെ ആദ്യമായിട്ട് വരുന്നു. വർഷങ്ങൾക്ക് മുന്നേ പല രാജ്യങ്ങളിലും വന്നു കഴിഞ്ഞു. അവിടെ ഇതിന് പിന്നാലെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ തെറ്റായ കൺക്ലൂഷനിൽ എത്തിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ജെൻഡർ ന്യൂട്രൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൽ എനിക്ക് പ്രശ്നമില്ല. ഇതിന് പിന്നാലെ വരാൻ പോകുന്ന കാര്യങ്ങൾ കുറിച്ചിട്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരും. ജെൻഡർ ന്യൂട്രൽ പേരന്റിങ്, ബാത്റൂം എല്ലാം വരും. അപ്പൊ ഇതിലും വലിയ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടാകും. ഓക്കെ, അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. ശ്രീ നിർമ്മല അബ്രഹാം, ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ ഉന്നയിച്ച ഒരു ആശങ്ക അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതായത് ഈ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ആ ഒരു കോൺസെപ്റ്റിനെ പൊതുവായിട്ട് നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സ്ത്രീ, നമുക്കറിയാം സ്ത്രീക്ക് മഹത്വമുണ്ട്, ആദരിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം. ഒരു സ്ത്രീക്ക് ഒരു കുറവുണ്ട് എന്നുള്ളൊരു മിഥ്യാധാരണ ഇത്തരം ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി ഒരു കോൺസെപ്റ്റിലൂടെ അവളിൽ അടിച്ചേൽപ്പിക്കുകയല്ലേ ചെയ്യപ്പെടുന്നത്? ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, നമുക്കറിയാം, കുടുംബമാണല്ലോ നമ്മുടെ ബേസിക് യൂണിറ്റ്. എല്ലാ സംസ്കാരങ്ങളുടെ ഉറവിടവും ഒക്കെ കുടുംബം തന്നെയാണ്. കുടുംബത്തിൽ തന്നെ പെൺകുട്ടികൾക്ക് എന്തോ കുറവുണ്ട് എന്ന രീതിയിൽ പെൺകുട്ടികളെ വളർത്തുന്ന ഒരു അവസ്ഥാവിശേഷം ആണ് ഈ നേരത്തെ ചാക്കോ സാറ് പറഞ്ഞതിലെ പെണ്ണുടലിനെ കുറിച്ച് അവൾക്ക് തന്നെ ബഹുമാനം തോന്നത്തക്ക രീതിയിൽ അവളെ വളർത്താത്തത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ. ഞാൻ പറയുന്നത് ഇത് വളരേണ്ടത്, നേരത്തെ ഡോക്ടർ ശ്രീ നിർമ്മൽ സാർ പറഞ്ഞതുപോലെ ഇതിനൊരു എക്സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അപകടമാണ്. എനിത്തിങ് അറ്റ് ഇറ്റ്സ് എക്സ്ട്രീം ഇസ് ഡേഞ്ചറസ്, ദാറ്റ് വിൽ ലീഡ് ഇൻ ടു കലാമിറ്റി എന്ന് നമ്മൾ പറയുന്നത് പോലെ ചില പർട്ടിക്കുലർ മേഖലകളിൽ നമുക്കിത് ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ, നീ പെൺകുട്ടിയാണ് അതുകൊണ്ട് ഇങ്ങനെ പെൺകുട്ടിക്ക് പെൺകുട്ടിയോട് തന്നെയുള്ള ഒരു ബഹുമാനം സൃഷ്ടിച്ചെടുക്കുന്നതിൽ പേരൻസിന് വലിയൊരു റോളുണ്ട്. അപ്പൊ ഈ പെണ്ണുടലിന് എന്തോ കുഴപ്പമുണ്ടെന്നും പെണ്ണുടലിന് ആണുങ്ങൾ ഉപയോഗിക്കണം, വസ്ത്രം ധരിച്ചാലേ ശരിയാകും, ആ ചിന്തയിൽ നിന്നാണ് ഇത് ഉടലെടുക്കണമെങ്കിൽ, ഇതിലേക്ക് നമ്മൾ ജെൻഡർ ന്യൂട്രൽ ഡ്രസ്സിങ്ങിലേക്ക് നമ്മൾ പോകുന്നതെങ്കിൽ ആ ചിന്ത അപകടമാണ്. നേരെ തിരിച്ച് വാട്ട് ഈസ് ദ ഡിഫറൻസ് പുരുഷനും സ്ത്രീയും, അല്ലെങ്കിൽ ആൺകുട്ടിയും പെൺകുട്ടിയും, ചില MBA കോളേജിലൊക്കെ പെൺകുട്ടികൾക്ക് ഒരു ഓവർകോട്ടോ അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് ഒരു ടൈയോ ഒക്കെ എക്സ്ട്രാ കാണുന്നുണ്ട്. ദാറ്റ്സ് ഓൾസോ ബ്യൂട്ടിഫുൾ, സംതിങ് ബ്യൂട്ടിഫുൾ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പാരമ്പര്യത്തിൽ മുണ്ടായിരുന്നു ആണും പെണ്ണും ഉടുത്തോണ്ടിരുന്നത്. വസ്ത്രധാരണത്തിലേക്ക് വീണ്ടും വരികയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെയൊക്കെ ഭാഗമായിട്ടാണ് പുരുഷന്മാർ പാൻസിലേക്ക് മാറി.
ഏറ്റവും അത് കംഫർട്ടാന്ന് കണ്ടെത്തുകയും പാൻസിലേക്ക് മാറുകയും പലപ്പോഴും ഓണത്തിന് ഉടുക്കുന്നതോ അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ ഒരു ആഭരണം പോലെ ധരിക്കുന്ന ഒന്നായി കൊണ്ട് മാറുന്നു. പക്ഷേ സ്ത്രീയുടെ വസ്ത്രധാരണ പണ്ട് മുണ്ടാതെ അതിൽ നിന്നും വീണ്ടും വീണ്ടും അവളെ പിന്നോട്ട് പിൻവലിക്കുന്ന വസ്ത്രധാരണ രീതിയിലേക്ക് അവളെ മാറുകയാണ്. പക്ഷെ ഇന്ന് സ്ത്രീ നമ്മുടെ കുടുംബങ്ങൾക്ക് വന്നൊരു മാറ്റമൊക്കെ ഇവിടെ പഠിക്കേണ്ടതുണ്ട്. പണ്ട് പുരുഷൻ ബ്രെഡ് വിന്നറും സ്ത്രീ ഹോം മേക്കറുമായിരുന്നു. പുരുഷൻ പുറത്തുപോയി അധ്വാനിച്ച് പണമുണ്ടാക്കി കൊണ്ടുവരികയും പുരുഷൻ ഉണ്ടാക്കിക്കൊള്ളുന്ന പണം കൊണ്ട് പരാതികളില്ലാതെ പരിഭവമില്ലാതെ സ്ത്രീ വീട് മാനേജ് ചെയ്യുന്നു. ഇന്ന് അങ്ങനെയല്ല. കാലം മുന്നോട്ട് ഇപ്പൊ രണ്ടുപേരും ബ്രെഡ് വിന്നേഴ്സ് ആണ്, രണ്ടുപേരും ഹൈലി ക്വാളിഫൈഡ് ആണ്, രണ്ടുപേരും ഒരേപോലെ ജോലി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റില് സ്ത്രീക്ക് യാത്രകൾ കൂടുന്നു, സ്ത്രീക്ക് മീറ്റിങ്ങുകൾ കൂടുന്നു, സ്ത്രീയുടെ ദൃശ്യത പബ്ലിക്കിൽ ധാരാളമായി വരുന്നു, സ്ത്രീക്ക് ഇന്റലക്ച്വൽ വർക്ക് കൂടുന്നു. പണ്ട് ഹോം മാനേജ്മെന്റ് മാത്രമല്ല, ഇന്നത്തെ മിച്ചം വന്ന കടല നാളെ എങ്ങനെ ചേനയായിട്ട് ചേർന്ന് മറ്റൊരു ഉപ്പേരിയാക്കാന്ന് മാത്രം അവൾ ചിന്തിച്ചാൽ മതിയായിരുന്നു. ഇന്ന് അവൾ ചിന്തിക്കണം നാളെ അവതരിപ്പിക്കേണ്ട പ്രോജക്റ്റിലെ പേപ്പർ പ്രസന്റേഷൻ ആണ് ഇന്ന് അവൾ രാത്രി PPT ഉണ്ടാക്കണം. അവളുടെ ജീവിതത്തിൽ വന്ന ഈ മാറ്റത്തിനനുസരിച്ച് അവളുടെ ഉടലിനും അടലിന്റെ അല്ലെങ്കിൽ ഈ വസ്ത്രത്തിനും ഒക്കെ ഒരു മാറ്റം വരേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇത് ശ്രീ നിർമ്മൽ പറഞ്ഞ പോലെ അങ്ങോട്ട് എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോകാനല്ല നമ്മൾ പറയുന്നത്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം ഇന്നത്തെ പെൺകുട്ടികളുടെ അവർ ധാരാളം പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നു, സെമിനാർ ചെയ്യുന്ന മജോറിറ്റി 90%. ഒരു പക്ഷേ ഞാൻ പറയും ആൺകുട്ടികളെക്കാൾ അധികമായിട്ട് അക്കാഡമിക് ലെവലിൽ പെർഫോം ചെയ്യും. സാറൊരു കോളേജിന്റെ പ്രിൻസിപ്പളാണ്. സാറിന് എന്റെ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ മിടുക്ക് എന്തോരമുണ്ടെന്ന് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ഈ മിടുക്കിനനുസരിച്ച് അവളെ പുറകോട്ട് പിൻവലിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പുരുഷത്വത്തിന്റെ മാന്യതയുടെ ലക്ഷണമാണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇത് ദോഷകരമല്ല. ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, ഒരു സംശയം. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ മാറ്റിവെച്ച് അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പെൺകുട്ടികൾക്ക് വളർന്നു വരുവാനുള്ള തുല്യമായിട്ടുള്ള ഒരു അവസരം, അല്ലെങ്കിൽ അവർക്ക് തുല്യമായ പരിഗണന, അവർക്ക് തുല്യമായ ബഹുമാനം, ആദരവും അതല്ലേ നൽകേണ്ടത്? ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയിലൂടെ വലിയ അപകടമല്ലേ സമൂഹത്തിൽ അത് സൃഷ്ടിക്കുന്നത്? അല്ല. വീട്ടിൽ നിന്ന് തന്നെ കിട്ടേണ്ട ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി ഉണ്ട്. ആണും പെണ്ണും ഒരേപോലെ, ഒരേ അന്തസ്സുള്ളത്, ഒരേ ദൈവത്തിന്റെ ഛായ സദൃശ്യമുള്ളത്, ദൈവത്തിന്റെ ജ്ഞാനം പേറുന്നവർ, രണ്ടുപേരും ഒരേപോലെ. അപ്പൊ അത് വീട്ടിൽ നിന്ന് അമ്മയുടെ അപ്പന്റെ അടുക്കൽ നീ പെൺകുട്ടിയല്ലേ അതുകൊണ്ട് നീ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവളെ ബാക്കിലെ മാറാതെ നീ ആൺകുട്ടിയല്ലേ. അതായത് ആൺകുട്ടികൾ കരയാൻ പാടില്ല. ആണ് കരഞ്ഞോട്ടെ, നീ ഒരു ആൺകുട്ടിയല്ലേ, നീ കരയാൻ പാടില്ല. പെൺകുട്ടികൾ കരഞ്ഞോട്ടെ പറയാം, അവള് പെണ്ണല്ല, അവളിങ്ങനെ കരഞ്ഞോളും. സി ഓരോടെ നമ്മൾ ഓർത്ത് വയ്ക്കുക, ലോകത്തിലെ ഏറ്റവും നല്ല കുക്കാരാണ്. ലോകത്തിലെ നമ്മൾ ഏത് ഹോട്ടലിൽ നിന്ന് ഏത് ഫംഗ്ഷനിൽ നിന്ന് ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു മെയിൽ ഷെഫ് ഉണ്ട്. എന്നിട്ട് നമ്മൾ പറയും കുക്കിംഗ് ഈസ് ഫെമിനിൻ. എന്താ നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? കുക്കിംഗ് ഈസ് ഫെമിനിൻ. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊച്ചിലെ തുടങ്ങി പിള്ളേരുടെ തലയിലേക്ക് കയറ്റിക്കൊണ്ടുവരികയാണ്. നഴ്സിംഗ് ഈസ് ഫെമിനിൻ എന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ കാശ് വരാൻ തുടങ്ങിയപ്പോ മെയിൽ നേഴ്സ് സൂപ്പറായി, മെയിൽ നഴ്സിംഗും സൂപ്പറായി. നമ്മൾ കൊച്ചിലെ തുടങ്ങി ആവശ്യമില്ലാത്ത കുറെ ക്ലീശ ചിന്തകൾ നമ്മുടെ പെൺകുട്ടിയുടെ തലയിലേക്ക്, അവിടെ നിന്നാണ് ഈ നേരത്തെ പറഞ്ഞ ആഭരണത്തിന്റെ പ്രശ്നം വരുന്നത്. കാതുകുത്തി കമ്മലിട്ടാലേ അവർക്ക് സൗന്ദര്യമുള്ളതെന്ന് നമ്മൾ കൊച്ചിലെ പറഞ്ഞേൽപ്പിച്ചതുകൊണ്ട് ഈ കുഴപ്പമായത്. അല്ലെങ്കിൽ അതിനകത്ത് ഒരാവശ്യമില്ലാത്ത കാര്യമാണ് അതൊക്കെ. അപ്പോൾ പേരന്റിങ്ങിലാണ് ഇമ്പോർട്ടൻറ്റ്. പേരന്റിങ് ആൺകുട്ടീനെയും പെൺകുട്ടീനെയും ഒരേപോലെ ഒരു വീട്ടിൽ വളർത്തിയെടുക്കാൻ സാധിച്ചെന്നാൽ, ഞാൻ എപ്പോഴും തമാശന് ഓർക്കാറുണ്ട്, എനിക്ക് 2 മക്കളാണ്, ആൺകുട്ടിയും പെൺകുട്ടിയും. ഒരു ദിവസം എൻ്റെ മോളോട് എന്താ ജോലി ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ എന്നോട് തിരിച്ചു പറഞ്ഞു, സെക്സ് ഡിസ്ക്രിമിനേഷൻ ഇസ് എ ക്രൈം എന്ന്. മോനോട് ആ ജോലി ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ചൈൽഡ് ലേബർ ഈസ് ഓൾസോ എ ക്രൈം എന്ന്. രണ്ട് രീതിയിലും പിള്ളേര് നമ്മൾ രണ്ടുപേരെ ന്യൂട്രലായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എഫക്റ്റീവ് പേരന്റിങ് ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. എഫക്റ്റീവ് പേരന്റിങ് വിൽ ലീഡ് ടു ജെൻഡർ ന്യൂട്രാലിറ്റി. അല്ലാണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി ഇടുന്ന വസ്ത്രത്തിലോ അതിലൂടെ മാത്രം കൈവരുന്ന ഒന്നല്ല. ദ വേ ഓഫ് അപ്ബ്രിങ്ങിങ്, നമ്മൾ എങ്ങനെ നമ്മുടെ പിള്ളേരെ വളർത്തിയെടുക്കുന്നു, സൊസൈറ്റി എങ്ങനെ ആൺകുട്ടീനെയും പെൺകുട്ടീനെയും ഒരുപോലെ കാണുന്നു, അല്ലേ? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയായിരുന്നു, അയ്യോ എല്ലാ ദിവസവും പഞ്ചായത്ത് പ്രസിഡന്റ്, അപ്പൊ മറ്റുള്ളവർ കളിയാക്കാണ്, വുമൺ പഞ്ചായത്ത് പ്രസിഡന്റാ, മറ്റുള്ളവർ കളിയാക്കിയാണ്, ദാറ്റ് വുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ് എ ഫെയിലിയർ. ഞാൻ ചോദിച്ചാൽ എന്താണ്? പഞ്ചായത്ത് മീറ്റിംഗ് 5 മണിക്ക് തുടങ്ങുന്നു, മീറ്റിംഗ് തീർന്ന 8 മണി 9 മണിക്കാണ്. ഹസ്ബൻഡ് അവിടെ വന്ന് എസ്കോർട്ടിന് വേണ്ടി അവിടെ ഇരിക്കുന്നു. പാവം ഹസ്ബൻഡ് 9 മണി വരെ കുത്തിയിരിക്കുകയാണ്. ഈ വൈഫിന്റെ പഞ്ചായത്ത് മീറ്റിംഗ്, പ്രസിഡന്റിന്റെ മീറ്റിംഗ് കഴിഞ്ഞിരിച്ചു. അപ്പൊ പ്രശ്നം എന്താണ്? അപ്പൊ ഞാൻ ചോദിച്ചു, 9 മണി കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ ഒരു സ്ത്രീക്ക്, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഒറ്റയ്ക്ക് നടന്നു പോകാൻ പറ്റാത്ത പഞ്ചായത്താണ് നിങ്ങളത്. പ്രശ്നം എവിടെയാണ് കിടക്കുന്നത്? ഈ എസ്കോർട്ട് വേണ്ടി വന്ന എന്തുകൊണ്ടാണ്? ഇത് സൊസൈറ്റിയുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. അപ്പൊ ജനറൽ ന്യൂട്രാലിറ്റിയിലേക്ക് സൊസൈറ്റിനെ കൊണ്ടുപോകണമെങ്കിൽ ലെറ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഫാമിലി. റിലീജിയൻ ഇവിടെ ഒരു വലിയ പങ്കുണ്ട്, സാംസ്കാരിക നായകർക്കൊരു പങ്കുണ്ട്, അധ്യാപകർക്കൊരു പങ്കുണ്ട്.
അങ്ങനെ അവരിലൂടെ ഒരു ജെൻഡർ ന്യൂട്രൽ കൾച്ചർ ഇവിടെ വളർന്നു വരണം. ഇല്ലെങ്കിൽ ഹെൽത്തി സ്ട്രോങ് ലൈഫ് ഗിവിംഗ് ഫ്രണ്ട്ഷിപ്സ് ഇവിടെ ഉണ്ടാകത്തില്ല. ഹെൽത്തി സ്ട്രോങ് ലൈഫ് ഗിവിംഗ് ഫ്രണ്ട്ഷിപ്സ്, ആ ഫ്രണ്ട്ഷിപ്പ് സമൂഹത്തിന്റെ ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ, രണ്ട് കാര്യം. ഒന്ന്, ഡോക്ടർ കൊച്ചുറാണി ജോസഫ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം അങ്ങേക്ക് പറയാം. രണ്ടാമത്തെ കാര്യം, ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയിലൂടെ ഒരു സമൂഹത്തിലൊരു അരാജകത്വം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സദാചാരം തകർക്കുവാൻ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ നടക്കുന്നുണ്ടെന്ന് അങ്ങ് സംശയിക്കുന്നുണ്ടോ ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ? ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, താങ്കളുടെ രണ്ടാമത് ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. അത് എല്ലാ കാര്യങ്ങളെയും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരു മൂല്യവിചാരങ്ങളെയും സദാചാര ചിന്തകളെയും ഒക്കെ മാറ്റിമറിച്ചിട്ട് ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു പരിശ്രമം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ പിന്നാമ്പുറങ്ങളിൽ ആരാണെന്ന് ചോദിച്ചാൽ വ്യക്തമായ അജണ്ടയുള്ള ആളുകൾ അവിടെ തന്നെ ഉണ്ട്. ഒരു കയോസ് സമൂഹത്തിൽ ഉണ്ടാക്കുക, ഒരു ഡിസോർഡർ ഉണ്ടാക്കുക എന്നുള്ളത്. ഇവിടെ കൊച്ചുറാണി ടീച്ചർ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ ചേർത്ത് വെക്കുമ്പോൾ എനിക്ക് ബൈബിളിലെ ഒരു വചനം ആണ് ഓർമ്മ വരുന്നത്. വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത് എന്നുള്ള വചനം. അതായത് നമ്മൾ വാസ്തവത്തില് വസ്ത്രധാരണത്തിലോ അല്ലെങ്കിൽ അതിലോ അല്ല, മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ് വാസ്തവത്തിൽ ഈ ജെൻഡർ, അത് ഇക്വാളിറ്റി ആയാലും ജെൻഡർ ന്യൂട്രാലിറ്റി ആയാലും ഒക്കെ ഉണ്ടാവേണ്ടത്. കുടുംബങ്ങളിൽ മാതാപിതാക്കള്, ഇപ്പൊ കൊച്ചുറാണി സിസ്റ്റർ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, പണ്ടത്തെ ആളുകൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അന്നത്തെ കൺവെൻഷൻ അനുസരിച്ച് ട്രഡീഷണൽ ആയിട്ട് അവരെ പെൺകുട്ടികളെയും ആയിട്ടുകളെയും ട്രീറ്റ് ചെയ്ത് വന്ന രീതി. ഇന്നതല്ല. ഇന്ന് കുറെ കൂടെ ഹൈലി ഇപ്പൊ ഫസ്റ്റ് ജനറേഷൻ പേരൻസ് തന്നെ ഗ്രാജുവേറ്റ്സ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെ ഈ പേരൻസിന് ആ തരത്തിലുള്ള അവയർനെസ് ഉണ്ടാക്കുക. അത് എവിടെ തുടങ്ങണം? അത് കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല, അത് കുട്ടികളിൽ നിന്ന് തുടങ്ങണം. കൃത്യമായ സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടതാണ് കുട്ടികൾക്ക്. അതില്ല. അവർക്ക് ഇപ്പോഴും ഇത്രയും വിദ്യാഭ്യാസമായ മേഖലയായിട്ടും കൃത്യമായ സെക്സ് എഡ്യൂക്കേഷൻ വേണ്ട രീതിയിൽ കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ല എന്നുള്ളൊരു വസ്തുത. രണ്ടാമത്, ഇതിനേക്കാൾ പ്രധാനപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ. യൂണിഫോം ഇല്ലാതെ കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് വിഷമിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. മൊബൈൽ ഇല്ലാതെ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ നിൽക്കുന്നു. ആഹാരവും വസ്ത്രമില്ലാതെ വിഷമിക്കുന്നു. നമ്മൾ അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? സ്ത്രീയും പുരുഷനും അല്ലെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ യൂണിഫോം ധരിച്ചു വരുന്നതിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്തതിന് പകരം അപ്പൊ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സ്ത്രീയുടെ കേസ് പറഞ്ഞാൽ സ്ത്രീകൾ വളരെ മുൻപിലാണ്. വേറെ വിദ്യാഭ്യാസപരമായിട്ടും അതെ, അവരുടെ കൾച്ചർ നോക്കിയാലും അതെ, വളരെ മുൻപിലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് ഇപ്പൊ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ടീച്ചർ പറഞ്ഞതുപോലെ കുടുംബ ജീവിതത്തിലെ മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ലഭിക്കേണ്ടുന്ന യഥാർത്ഥ ബോധ്യങ്ങളെ പകർന്നു കൊടുക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ അത് യൂണിഫോമിലേക്കോ യൂണിസെക്സ് യൂണിഫോം പോളിസിയിലേക്കോ മാറ്റിയിട്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ട് കാര്യമില്ല. മറ്റ് രാജ്യങ്ങളിൽ നിർമ്മൽ സൂചിപ്പിച്ചല്ലോ, മറ്റു രാജ്യങ്ങളിൽ കാലഹരണപ്പെട്ടു പോകുന്ന ചില ആശയങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പം പ്രചരിപ്പിക്കാനും ശ്രമിക്കുകയാണ്. അതിന്റെ എക്സ്ട്രീം അവസ്ഥയിലേക്ക് പോയാലുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. ഇത്തരം തുടക്കങ്ങളിൽ നിന്നാണ് അതിന്റെ എക്സ്ട്രീമിസത്തിലേക്ക് അത് മാറുക. ഇന്നിത് വേണമെന്ന്, നാളെ മറ്റൊന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം, എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമുക്ക് കൊടുക്കേണ്ടത് യഥാർത്ഥമായ ഒരു അവബോധമാണ്. മക്കൾ കുടുംബങ്ങളിലായാലും നമ്മുടെ ഈവൻ സൺഡേ സ്കൂളുകളിലായാലും മോറൽ എഡ്യൂക്കേഷനിലായാലും ഒക്കെ നമ്മൾ കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ വീഴ്ച വരുന്നു. എത്ര സ്കൂളുകളിൽ ഇപ്പോൾ മോറൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്? എത്ര സ്കൂളുകളിൽ യഥാർത്ഥത്തിലുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്? എത്ര സ്കൂളുകളിൽ ഈ പറഞ്ഞ ജെൻഡർ ഇക്വാളിറ്റിയെ കുറിച്ചും അല്ലെങ്കിൽ ഇത്ര ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ചും അവയർനെസ് കൊടുക്കുന്നുണ്ട്? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ അത്തരം കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. ഒരു വസ്ത്രം അല്ലെങ്കിൽ ഒരു യൂണിഫോം മാറുന്നതിന് മുമ്പായിട്ട് കുട്ടികളുടെ ഹൃദയത്തിലേക്ക് എഴുതിച്ചേർക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾ എഴുതിച്ചേർത്തുകൊണ്ട് വരും തലമുറയെങ്കിലും, പഴയ തലമുറയ്ക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു അല്ലെങ്കിൽ ലോകപരിചയം കുറവായിരുന്നു, അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും തലമുറയെങ്കിലും മാറ്റാൻ തക്ക വിധത്തിൽ അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മൾ ഇത് ആരംഭിക്കണം. അതിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട് ഇവിടെ. കാരണം അത്തരത്തിലുള്ള മൂല്യച്യുതികൾ സമൂഹത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അധാർമികത സമൂഹത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ ഉപകരണങ്ങളായി സർക്കാർ സംവിധാനങ്ങളോ നമ്മൾ ആളുകളോ അല്ലെങ്കിൽ ജനസമൂഹങ്ങളോ മാറാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഇതിനകത്തെ കാഴ്ചപ്പാട്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ആ ഒരു കൺസെപ്റ്റിന് പിന്നാലെ ഒരു ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരു വൈഡ് സ്പ്രെഡ് ആകാനുള്ളൊരു സാധ്യതയില്ലേ? ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ അത് ദോഷകരമായി ബാധിക്കുക? ശ്രീ നിർമ്മൽ എബ്രഹാം.
ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഗ്ലോബൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അവയർനെസ് ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഈ കാര്യത്തിലൊക്കെ അല്പം ഭയപ്പെടും. ഇപ്പൊ ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, യഥാർത്ഥത്തിൽ US നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന്. അതായത് ഇന്ന് ഞാൻ ഇപ്പോൾ ജോർജുമായിട്ട് സംസാരിക്കുന്നു, ഈ നിമിഷം എനിക്ക് എന്നെ തന്നെ ഒരു ഫീമെയിൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം, എനിക്ക് എന്നെ തന്നെ ഒരു നോൺ ബൈനറി ആയിട്ട് ഡിക്ലെയർ ചെയ്യാം, എനിക്ക് എന്നെ തന്നെ ഒരു ആനയായിട്ട് ഡിക്ലെയർ ചെയ്യാം. അത് തമാശയല്ല, തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇതാണ് ഇപ്പൊ ചാക്കോ സാർ പറഞ്ഞ പോലെ എക്സ്ട്രീം. ഇപ്പൊ കൊച്ചുറാണി മാമും അതിനെ എതിർക്കുന്നുണ്ട്. അതായത് ഒരു എക്സ്ട്രീം തലത്തിലോട്ട് ഇതിനെ കൊണ്ടുപോയാൽ എവിടെ എത്തിച്ചേരും എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പം ഇന്ന് നടക്കുന്ന ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റിയുടെ ഒരു ഇഷ്യൂവും കൂടെ പറയാം. ഇതെല്ലാത്തിനും ഇവര് ആദ്യം പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് പറയുന്നു. ജെൻഡർ ഫ്ലൂയിഡിറ്റി കാരണം ഇക്വാലിറ്റി നേടിയോ ഇല്ലയോ എന്ന് സ്വയം ഡിസൈഡ് ചെയ്യാനുള്ള 2-3 എക്സാമ്പിൾസ് പറയാം. 2017 US ടെക്സസ് സ്റ്റേറ്റ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നപ്പം അവിടെ വിജയിച്ചത് ഒരു പുരുഷനാണ്, ബയോളജിക്കൽ മെയിലാണ്. സ്ത്രീകളുടെ കോമ്പറ്റീഷൻ, അതായത് പെൺകുട്ടികളുടെ കോമ്പറ്റീഷനിൽ ഒരു ആൺകുട്ടി കയറി കോമ്പീറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്? ജെൻഡർ ന്യൂട്രൽ പ്ലേ ഗ്രൗണ്ട് അല്ലെ, ജെൻഡർ ന്യൂട്രൽ ഗെയിംസ് എന്ന് പറഞ്ഞു. ആൺകുട്ടി വിജയിച്ചു. 2019 കനക്ടിക്കട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് സോഫിയ സോളൻ എന്ന് പറയുന്ന വേറൊരു കുട്ടിയുണ്ട്, അതുവരെ ആ സ്റ്റേറ്റിലെ ചാമ്പ്യൻ ആയിരുന്നു. ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റി വന്നപ്പോൾ 2 പുരുഷന്മാർ, 2 ആൺകുട്ടികൾ ഈ മത്സരത്തിൽ കയറി മത്സരിച്ചു. തുടർന്ന് വന്ന 15 ഇവന്റിലും ബഹുദൂരം മറ്റ് പെൺകുട്ടികളെ പിന്നിലാക്കി ഇവർ വിജയിച്ചു. ഇതാണ് ജെൻഡർ ഫ്ലൂയിഡിറ്റിയുടെ റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഗെയിൻ ചെയ്യാൻ സാധിച്ചോ, അതോ ഇക്വാലിറ്റി വന്നോ ഇനിക്വാലിറ്റി വന്നോ? യഥാർത്ഥത്തിൽ പരാജയമാണ് ഉണ്ടായത്. സെറീന വില്യംസ് നിങ്ങൾക്ക് എല്ലാം അറിയാം, വലിയ ഫേമസ് ടെന്നീസ് പ്ലെയർ ആണ്, നമ്പർ 1 ടെന്നീസ് പ്ലെയർ ആണ്. ജോൺ മെക്കൻഡ്രോ എന്ന് പറയുന്നത് 77 സിംഗിൾസ് ടൈറ്റിൽസും 78 ഡബിൾസ് ടൈറ്റിൽസും നേടിയ ഫോമർ നമ്പർ 1 ടെന്നീസ് പ്ലെയർ ആണ്. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ NPR എന്ന് പറഞ്ഞൊരു മീഡിയ ഔട്ട്ലെറ്റിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞു സെറീന വില്യംസ് ഏറ്റവും മികച്ച ഫീമെയിൽ ടെന്നീസ് പ്ലെയർ ആണെന്ന് പറഞ്ഞു. ഉടനെ ഇന്റർവ്യൂവർ ഇദ്ദേഹത്തോട് ചോദിച്ചു, അതെന്താ നിങ്ങൾ ഫീമെയിൽ ടെന്നീസ് പ്ലെയർ എന്ന് പറയുന്നത്? അങ്ങനത്തെ പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ഗ്രേറ്റസ്റ്റ് ടെന്നീസ് പ്ലെയർ എന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല അങ്ങനെ പറയാൻ പാടില്ല, കാരണം പുരുഷന്മാരുടെ ലീഗിൽ കളിച്ചാൽ സെറീന വില്യംസിന് പക്ഷേ 700ാമത്തെ റാങ്ക് ആയിരിക്കും കിട്ടുക എന്ന് പറഞ്ഞു. അന്ന് അതിന്റെ പിറ്റേ ദിവസം അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിടുകയാണുണ്ടായത്. ഒരുപാട് മീഡിയ ഹൗസസും ക്രിട്ടിസൈസ് ചെയ്തു, ഇന്റർവ്യൂവിന് വിളിച്ച് അവിടെ വെച്ച് പബ്ലിക്ലി അപ്പോളജൈസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പം ഇതിന്റെ തൊട്ട് പിന്നാലെ സെറീന വില്യംസ് മിക്സഡ് ഡബിൾസിൽ കളിച്ചതിന്റെ ഒരു വീഡിയോ ഇന്നും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റി വരുമ്പോൾ ഉള്ള പ്രശ്നം. പുരുഷന്മാര് സ്ത്രീകൾക്കായിട്ടുള്ള തൊഴിലവസരങ്ങൾ കോമ്പറ്റീഷൻസിലൊക്കെ കടന്നു കയറുമ്പോൾ ഇക്വാലിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു. ഓക്കെ, വ്യക്തമാണ്. ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, അങ്ങ് നിർമ്മല ബ്രൗൺ പറഞ്ഞത് ശ്രവിച്ചു കാണുമല്ലോ. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ഫ്ലൂയിഡിറ്റി അതിൻ്റെ ഒരു എക്സ്ട്രീം വെർഷൻ ഈ പാശ്ചാത്യ ലോകങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ സംഭവിച്ച അപകടങ്ങളെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ആ ഒരു എക്സ്ട്രീം വെർഷൻ അങ്ങ് അംഗീകരിക്കുന്നില്ല, നേരത്തെ അങ്ങ് അത് വ്യക്തമാക്കിയതാണ്. എങ്കിൽ പോലും ഈ നമ്മുടെ സമൂഹത്തിന് സ്ത്രീകളോടുള്ള, നമ്മുടെ പെൺകുട്ടികളോടുള്ള ഒരു മനോഭാവത്തിലല്ലേ ഈ അടിസ്ഥാനപരമായ ഒരു മാറ്റം വരേണ്ടത്? ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, ഒരു തിരുത്തുണ്ട്, എക്സ്ട്രീം വേർഷൻ അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിർമ്മല് പറഞ്ഞത് ഒരു ഫിൽറ്ററിങ്ങിനെ കുറിച്ചാണ്. എന്ത് വായിക്കുമ്പോഴും എന്ത് കേൾക്കുമ്പോഴും ഫിൽറ്റർ ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കാനും അല്ലാത്ത തള്ളിക്കളയാനുമുള്ള ഒരു മനസ്സിന്റെ വളർച്ചയെ കുറിച്ചാണ് നിർമ്മല് പറഞ്ഞത്. ആ പക്വത എത്തിയ എത്ര ശതമാനം പേര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നത് നമുക്കൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ TV-യിൽ കാണുന്നതോ ഏത് ചാനലിൽ കാണുന്നതല്ല അതൊക്കെ ശരിയാണെന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നതെല്ലാം ശരിയാണെന്ന് ചിന്തിക്കുന്ന ഒരു വലിയൊരു വിഭാഗത്തിന്റെ ഇവിടെ നിൽക്കുമ്പോഴാണ് ഇതിന്റെയൊക്കെ അപകടം നമ്മൾ എത്തി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഇത് സൊസൈറ്റിയിലേക്ക് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യേണ്ട ഒരു കൺസെപ്റ്റാണ്. കാരണം സ്ത്രീയും പുരുഷനും തുല്യ മഹത്വത്തിനും തുല്യ അന്തസ്സിനും തുല്യ പ്രതിഭയ്ക്കും അവകാശികളാണ്. ഞാൻ ഈ മാർപ്പാപ്പയുടെ ഒരു കോട്ടാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ തന്നെ എഴുതിയ സ്ത്രീത്വത്തിന്റെ സൗഭാഗ്യം എന്നുള്ള പുസ്തകത്തിൽ ഞാൻ ചേർത്ത് വെച്ച കോട്ടാണ്. 2005 എഴുതിയ ബുക്കാണ്. മനുഷ്യ വ്യക്തി എന്ന കാഴ്ചപ്പാടിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അവശ്യ തുല്യതയെ നമ്മൾ അംഗീകരിക്കുന്നു. അവർ ഇരുവരും വ്യക്തികളാണ്. പൊതുവായ മനുഷ്യരാശിയിൽ സ്ത്രീ മറ്റൊരു ഞാനാണ്. സ്ത്രീത്വത്തിന്റെ മഹനീയത എന്നുള്ള പുസ്തക പ്രബോധത്തിൽ ഞാൻ എടുത്ത കോട്ടാണ്. ഞാനിത് പറഞ്ഞു വരുന്നതിന്റെ പോലെ നമ്മൾ ഈ 10-ാം തീയതി മനുഷ്യാവകാശ ദിനം ആചരിച്ചു. മനുഷ്യാവകാശ ദിനത്തിന്റെ മാഗ്നാ കാർട്ട ഉയർത്തിപ്പിടിച്ചത് എലേന റൂസ്വെൽറ്റ് എന്ന് പറഞ്ഞൊരു ലേഡിയാണ്. അത് നമുക്കറിയാം, അവർ ആരാണെന്നറിയാം. ഷി വാസ് ദ ഫസ്റ്റ് ലേഡി ഓഫ് യുഎസ് ഫോർ മെനി ഇയേഴ്സ്. അപ്പം അവിടെ ആ മനുഷ്യാവകാശങ്ങളെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്നത് ഈ ഒരു തുല്യതാ പദവിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ്. അത് ലേബർ റൂമിൽ മീൻസ് തൊഴിലിടങ്ങളിലാകാം,
അത് അടുക്കളയിലാകാം, അത് ചർച്ച നടക്കുന്ന ഇതുപോലത്തെ അക്കാഡമിക് ചർച്ച നടക്കുന്ന വേദികളിലാകാം, എവിടെയുമാകട്ടെ ആ ഒരു തുല്യതാ പദവി അംഗീകരിക്കുക. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതിന്റെ ആർട്ടിക്കിൾ 1 ആദ്യം UN ആദ്യം എഴുതി തുടങ്ങിയത് ഓൾ മെൻ ആർ ഈക്വൽ എന്നാണ്. ഇന്ത്യയിൽ നിന്നുള്ളൊരു സ്ത്രീയാണ് തിരുത്തിച്ചതോടെ. എന്നിട്ട് ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ഈക്വൽ എന്നാക്കണമെന്ന് പറഞ്ഞു. ഓൾ മെൻ ആർ ഈക്വൽ എന്നുള്ള മറ്റു പെട്ടെന്ന് തന്നെ ആർട്ടിക്കിൾ റീറൈറ്റ് ചെയ്യപ്പെട്ടു ബിക്കോസ് ഓഫ് ദ ഇന്റർഫിയറൻസ് ഓഫ് ആൻ ഇന്ത്യൻ വുമൺ. ചില സാഹചര്യങ്ങളിൽ ചില അക്കാഡമിക് ഇന്റർവെൻഷൻസ് നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതുപോലൊരു ഇന്റർവെൻഷൻ ആയിട്ട് നമ്മൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയെ കാണുകയാണെങ്കിൽ സൊസൈറ്റിയിൽ ആരോഗ്യകരമായ ബന്ധത്തെ കൊണ്ടുവരാൻ സഹായിക്കുന്നു. പക്ഷേ ഇവിടെ ഫിൽട്ടർ ചെയ്യാൻ പഠിക്കുക. അതായത് ഇത് എത്തിച്ചേരുന്ന അവസ്ഥ അപകടകരമാണെങ്കിൽ, ഞാൻ പറയുന്നു സ്ത്രീ ഇപ്പൊ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലോ, സ്ത്രീയുടെയും പുരുഷന്റെയും പരസ്പരമുള്ള ഒരു പ്രൈവസി അംഗീകരിക്കലും പരസ്പരമുള്ള ബഹുമാനം, പരസ്പരമുള്ള എന്താ പറഞ്ഞ വിട്ടുകൊടുക്കല്, അവരുടെ സ്പേസ്, രണ്ടുപേർക്കും വളരാൻ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. നല്ലൊരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് നല്ലൊരു സ്പേസ് സൃഷ്ടിക്കും. ലെറ്റ് ഹർ ഗ്രോ. തിരിച്ചും സോ ബിഹൈൻഡ് ദ സക്സസ് ഓഫ് എവരി വുമൺ ദർ ഇസ് എ മാൻ എന്ന് തിരുത്തി പറയുന്ന ഒരു കോണ്ടെക്സ്റ്റില് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഒരു ജനറൽ ന്യൂട്രൽ കൾച്ചർ വളർത്തിയെടുക്കേണ്ടത് ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, ഒരു സംശയം ചോദിക്കുകയാണ്. അങ്ങ് പറയുന്നത് സ്ത്രീകൾക്ക് തീർച്ചയായും തുല്യ പരിഗണന, അവർക്ക് വളർന്നു വരാനുള്ള എല്ലാ അവസരങ്ങളും ഈ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഒരുക്കണം, സുരക്ഷിതത്വം ഒരുക്കണം, ബഹുമാനം നൽകണം, എല്ലാം നൽകണം. പക്ഷേ ഈ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീക്ക് സ്ത്രീയുടേതായിട്ടുള്ള ഒരു മഹത്വമുണ്ട്, ഒരു യുണീക്നെസ് ഉണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. പുരുഷന് പുരുഷൻ്റെതായിട്ടുള്ള ഒരു മഹത്വമുണ്ട്, വ്യക്തിത്വമുണ്ട്, യുണീക്നെസ് ഉണ്ട്. ആ ഒരു ന്യൂട്രൽ ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു വ്യക്തിത്വം, ആ ഒരു യുണീക്നെസ്സിനെ ഈ സമൂഹം ചോദ്യം ചെയ്യുകയല്ലേ? അതാണ് ഇവിടെ പ്രസക്തമായ ഒരു സംശയം ചോദിക്കുന്നത്. ഇവിടെ രണ്ടുപേരുടെയും അനന്യതയ്ക്കോ രണ്ടുപേരുടെയും വ്യതിരക്തതയ്ക്കോ, ദ യുണീക്നെസ്, ഇതിന് രണ്ടിനും ഭംഗം വരരുത്. കാരണം സൃഷ്ടിയിൽ ഇവർ രണ്ടുപേരും നിശ്ചയിക്കപ്പെട്ടതാണ്. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ റോളുണ്ട് പെർഫോം ചെയ്യാൻ. ചില ജെൻഡർ ന്യൂട്രൽ റോളുകളുണ്ട് രണ്ടുപേർക്കും പെർഫോം ചെയ്യാൻ. കൂടുതൽ ഒരുപക്ഷെ ഒരു സെൻസിറ്റിവിറ്റിയോ ഒരു ഇൻറ്റ്യൂഷനോ ഒരു സിക്സ്ത് സെൻസോ ഒക്കെ സ്ത്രീകൾക്കുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പുരുഷൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ സ്ത്രീ പുരുഷനാകാനോ പുരുഷൻ സ്ത്രീയാകാനോ അല്ല ഇവിടെ ശ്രമിക്കേണ്ടത്. കാരണം രണ്ടുപേരും രണ്ട് വ്യക്തിത്വത്തിന്റെ ഉടമകളാണ്. വ്യത്യസ്തമായ, അനന്യമായ, വ്യതിരക്തമായ വ്യക്തിത്വത്തിന്റെ ഉടമകളാണ്. അപ്പോൾ എല്ലാ സ്ത്രീത്വത്തിന്റെ വളർച്ചയും പുരുഷന്റെ പുരുഷത്വത്തിന്റെ വളർച്ചയും ഞാൻ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്താണ് പരസ്പരമുള്ള ബഹുമാനവും വളർച്ചയും സാധ്യമാകുന്നത്. ആ സാധ്യതയിലേക്കാണ് ജെൻഡർ ന്യൂട്രാലിറ്റി നയിക്കേണ്ടത്, അല്ലെങ്കിൽ അബറേഷൻസ്. ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ആ ഒരു കൺസെപ്റ്റിലൂടെ സ്ത്രീയുടെയും പുരുഷന്റെയും ആ ഒരു യുണീക്നെസ്സിന് ഭംഗം വരില്ല എന്ന് പറയുന്നതിൽ എത്രമാത്രം അടിസ്ഥാനമുണ്ട് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ? ഞാൻ അതിനോട് 100% വിയോജിക്കുകയാണ്. കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെയും അത് പുരുഷന്റെ വ്യക്തിത്വവും യുണീക്നെസ്സും, സ്ത്രീയുടെ വ്യക്തിത്വവും യുണീക്നെസ്സും ഉണ്ട്. നമ്മളിവിടെ അത്തരത്തിലുള്ള രണ്ടെണ്ണത്തിനെ ഒരു ന്യൂട്രൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ്. ആസിഡും ആൽക്കലിയും കൂടെ ചേർന്ന് ന്യൂട്രൽ ആകുമെന്ന് പറയുന്നത് പോലെ അതിന് ഗുണമുണ്ടാവില്ല. ആസിഡിന്റെ പുളിപ്പും ഉണ്ടാവില്ല, ആൽക്കലിയുടെ സ്വഭാവം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ന്യൂട്രാലിറ്റിയിലേക്ക് എത്തിക്കുമ്പോൾ സമൂഹത്തിന്റെ ആ ടേസ്റ്റാണ് നഷ്ടപ്പെടുക, സമൂഹത്തിന്റെ ആസ്വാദ്യതയാണ് നഷ്ടപ്പെടുക. നമുക്ക് ന്യൂട്രാലിറ്റിയിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ എവിടെയാണ് എത്തിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ചില ലിമിറ്റേഷൻ വെക്കണം. നമുക്ക് ആ ലിമിറ്റേഷൻ വെക്കാൻ പറ്റിയ ഒരു പക്വതയിലേക്കും ഒരു വളർച്ചയിലേക്കും നമ്മുടെ കമ്മ്യൂണിറ്റി വളർന്നിട്ടില്ല. ദ സോ കോൾഡ് എലൈറ്റ് കമ്മ്യൂണിറ്റി ഓഫ് ഡെവലപ്ഡ് കൺട്രീസ്, നമ്മൾ അത് എടുത്താൽ പോലും, ഞാൻ ഇൻവേർട്ടഡ് കോമേഴ്സിലാണ് എലൈറ്റ് കമ്മ്യൂണിറ്റി ഞാൻ പറയുന്നത്, അവർ വരെ പരാജയപ്പെട്ട ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി എക്സ്പെരിമെന്റ് നമ്മൾ ഇവിടെ കൊണ്ട് പരീക്ഷിക്കാൻ നോക്കുക എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അതേ സമയത്ത് സ്ത്രീ പുരുഷന്റെ വസ്ത്രം ധരിച്ചു. പല കുടുംബങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്, പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ പലപ്പോഴും ആൺകുട്ടികളുടെ വസ്ത്രങ്ങളായിട്ട് മാറിയിട്ട് ആണിന്റെ വേഷത്തിൽ നടന്നുകൊണ്ട് അവര് അന്തസ്സുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതല്ല നമുക്ക് ആവശ്യം. മറിച്ച് അവൾ ഏത് വേഷം ആണോ ആ വേഷത്തിൽ തന്നെ അവൾ അന്തസ്സുള്ളവളാണെന്നും അവളുടെ ഉടലിന്റെ പ്രത്യേകത, പെണ്ണുടലിന്റെ ആ ഒരു മഹത്വം എന്താണ് അവൾ തിരിച്ചറിയണം. കാരണം ഒരു പുരുഷന് അമ്മയാകാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ഒരു പ്രസവിക്കാനുള്ള കഴിവ് പുരുഷനില്ലല്ലോ. അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ചില
ചില അനുഗ്രഹങ്ങൾ, ചില നിക്ഷേപങ്ങളുണ്ട്. അത് രണ്ടു കൂട്ടർക്കും ഉണ്ട്. ആ നിക്ഷേപങ്ങളെ പരസ്പരം ബഹുമാനിക്കാനും ആദരിക്കാനും അതിനെ ഉൾക്കൊള്ളാനും ഉൾച്ചേർന്ന് പോകുവാനും കഴിയുമ്പോഴാണ് സമൂഹത്തില് ഒരു ഇക്വാളിറ്റി ഉണ്ടാകുക എന്ന് പറയുക. അത് ഒരു ന്യൂട്രാലിറ്റി അല്ല, മറിച്ച് ഒരു ഇക്വാളിറ്റിയുടെ സ്റ്റേജിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത്. ന്യൂട്രാലിറ്റി എപ്പോഴും എനിക്ക് തോന്നുന്നത്, ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ നിർമ്മൽ സൂചിപ്പിച്ചതുപോലെ ഒന്നിനൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് സൊസൈറ്റിയെ നയിക്കുകയുള്ളൂ. എന്നാൽ ഇക്വാളിറ്റി കൺസെപ്റ്റിലേക്ക് വരിക, സ്ത്രീ പുരുഷനോടൊപ്പം നിൽക്കാൻ, അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയോടൊപ്പം നിൽക്കാൻ, അവർക്ക് രണ്ടുപേർക്കും തുല്യ മഹത്വമാണെന്ന് തിരിച്ചറിയാൻ, അവർക്ക് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം നൽകാൻ പറ്റുന്ന ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, വളർത്തിക്കൊണ്ടുവരുവാൻ, വിദ്യാഭ്യാസം കൊടുത്ത് ആ തരത്തിൽ സമൂഹത്തിന്റെ മനസ്സിനെ മാറ്റിയെടുക്കുവാൻ, മനസ്സാക്ഷി രൂപപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു സമൂഹത്തിന് മാത്രമാണ് സ്ഥായിയായി നിലനിൽക്കാൻ കഴിയുക. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അപജയത്തിൽ നിന്ന് മറ്റൊരു വലിയ അപജയത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടമായിരിക്കും. അത് തീർച്ചയായിട്ടും സമൂഹത്തിൽ അനാർക്കി ഉണ്ടാക്കുവാനും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ ബാലൻസ് പോലും തെറ്റിച്ചുകൊണ്ട് സമൂഹത്തെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പറിച്ചു നടാനുള്ള ഒരു സംരംഭമായി മാറും. അതുകൊണ്ട് ഒരിക്കലും ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആശയത്തെ കൊണ്ടുവരാൻ ആവശ്യമായ അവബോധം നമ്മൾ കൊടുക്കുകയും അതിന് തക്ക വിധത്തിൽ കുടുംബങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംഘടനകളിലും പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ പ്രവർത്തനമാകുകയും വേണം. അതാണ് ആവശ്യം. കാരണം നമുക്കറിയാം, കേരളത്തില് ഒരു 15% ക്രിമിനൽസ് ഉണ്ട്. നമ്മൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഈ 15% ക്രിമിനൽസ് ഇടയിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു വിടുമ്പോൾ, ഞാൻ എന്റെ മകളെ പറഞ്ഞു വിടുമ്പോൾ എനിക്ക് ആശങ്കയുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വസ്ത്രധാരണത്തിന് അവരെ ഞാൻ നിർബന്ധിക്കുകയാണ്. അത് അവരുടെ പോരായ്മ കണ്ടിട്ടോ അല്ലെങ്കിൽ അവള് പെൺകുട്ടി ആയതുകൊണ്ടോ അല്ല, മറിച്ച് എന്റെ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ നിന്ന് അവൾ നേരിടാൻ സാധ്യതയുള്ള അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ എടുക്കുന്ന പ്രിക്കോഷണറി മെഷറാണത്. അതിനെ നമ്മൾ എന്റെ പെൺകുട്ടി ആയതുകൊണ്ട് ആ കുട്ടിയെ ഞാൻ അടിച്ചിരുത്തി എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. കാരണം എന്റെ ചുറ്റുപാടുകളെല്ലാം മാറ്റിയിട്ട് എനിക്ക് എന്റെ മക്കളെ മാറ്റാൻ കഴിയില്ല. മറിച്ച് എന്റെ ചുറ്റുപാടുകളെല്ലാം നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്റെ കുഞ്ഞിനെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ആവശ്യമായ മെഷേഴ്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഒരു ഒരു പിന്തിരിപ്പൻ നയമായിട്ട് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വളരെ വ്യക്തമായി തന്നെ എനിക്ക് തോന്നണേ, ജെൻഡർ എന്നുള്ള വാക്കിനെ സമൂഹം കൺസീവ് ചെയ്ത രീതിക്ക് എന്തോ അപകടമുണ്ട്. സ്ത്രീ പുരുഷനാകാനോ പുരുഷൻ സ്ത്രീയാകാനോ അല്ല ഇവിടെ ശ്രമിക്കുന്നത്. അത് ശ്രമിക്കാൻ പാടില്ല. കാരണം സ്ത്രീക്ക് സ്ത്രീത്വത്തിൻ്റെതായ ഒരു അസ്തിത്വമുണ്ട്, പുരുഷന് പുരുഷത്വത്തിൻ്റെതായ അസ്തിത്വമുണ്ട്. രണ്ടുപേരും ഈ ഒരു കോംപ്ലിമെന്റായിട്ട് പൂരകത്വത്തിൽ നമ്മൾ കാണുമ്പോൾ രണ്ടും തുല്യരാണ്. തുല്യതാ പദവി, ഈക്വാളിറ്റി. ഈ ഒരു ഡ്രസ് കോഡ് എന്നൊക്കെ പറയുന്നത് അതിലേക്ക് വന്നിട്ട് ചർച്ചകൾ വരുമ്പോൾ എനിക്കൊന്ന് ജെൻഡർ എന്നുള്ള വാക്കിന്റെ അർത്ഥഭംഗി കൂടി നഷ്ടപ്പെടുകയാണെന്ന് എനിക്കൊരു സംശയം വരുന്നുണ്ട്. ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ ആണ് ഇവിടെ നടക്കേണ്ടത്. ജെൻഡർ സെൻസിറ്റൈസേഷൻ ഇപ്പൊ സ്ത്രീയെ സംബന്ധിച്ചോളം വളരെ മാന്യമായ ഒരു വസ്ത്രമാണ് പാന്റും ഷർട്ടും എന്നൊക്കെ പറയുന്നത്. വളരെ മാന്യതയുള്ള, അവൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഒരു വസ്ത്രധാരണം തന്നെയാണത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ഒരു വാക്ക് കൺസീവ് ചെയ്ത രീതിയിൽ മിസ്കൺസീവ്ഡ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. സൊസൈറ്റി അവിടെയാണ് ഇതിന്റെ പാളിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ നിർമ്മൽ എബ്രഹാം, സ്ത്രീക്കും പുരുഷനും അർഹമായ പരിഗണന ലഭിക്കണം, ബഹുമാനം ലഭിക്കണം, ആദരവ് ലഭിക്കണം. അത്തരം ഒരു ബഹുമാനം ലഭിക്കുവാൻ, ആദരവ് ലഭിക്കുവാൻ ഏത് രീതിയിലുള്ള ഒരു മോഡലാണ് നമ്മൾ അവലംബിക്കേണ്ടത്? പാശ്ചാത്യ രാജ്യങ്ങളിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു മാതൃക നമുക്ക് ലഭ്യമാണോ, ശ്രീ നിർമ്മൽ എബ്രഹാം? ഈ ചോദ്യത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞാൻ ക്ലാസ് എടുത്തപ്പോൾ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു. ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി കണ്ടുപിടിച്ചത് ആരാണ്? അപ്പൊ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, പഠിച്ചവർ സാർ നാരായണമൂർത്തിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നാരായണമൂർത്തി അല്ല, സുധാമൂർത്തിയാണെന്ന് പറഞ്ഞു. കാരണം ആ സമയത്ത് നാരായണമൂർത്തിക്ക് ജോലിയില്ല. ഈ സുധാമൂർത്തിയെ വിവാഹം കഴിക്കുമ്പോൾ പോലും ജോലിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. കൂട്ടുകാരൊത്ത് പല പല ചിന്തകളായിട്ട് നടന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റിനായിട്ട് 10,000 രൂപ എടുത്തു കൊടുത്ത് അന്ന് എംപ്ലോയിഡ് ആയിരുന്ന സുധാമൂർത്തിയാണ്. അതുകൊണ്ട് സുധാമൂർത്തി, ഇപ്പൊ നമ്മൾ പൊതുവെ പറയുന്നുണ്ട്, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൻ എന്ന് പറയുന്നതിന് ബദലായിട്ട് സുധാമൂർത്തിയുടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ വുമൻ ദർ ഇസ് എൻ അണ്ടർസ്റ്റാൻഡിങ് മാൻ എന്ന് പറഞ്ഞു. അതിനൊരു കാരണം കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ തൊഴിലില്ലായിരുന്ന ഒരു സാഹചര്യത്തിൽ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നുകൊണ്ട് ഇന്ന് നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഇൻഫോസിസ് കിട്ടി. പക്ഷെ ഈ സുധാമൂർത്തിയുടെ കഴിവുകൾ, ഇപ്പൊ കന്നഡ മാത്രം അറിയാവുന്നൊരു സ്ത്രീയായിരുന്നു. ഇന്ന് അവരുടെ ഇന്റർവ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പച്ചവെള്ളം പോലെ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്, അത് നേഷൻ വൈഡ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് പിന്നിലെ പവർ ആരാണ്? നാരായണമൂർത്തിയാണ്.
അപ്പം ഉച്ചറാണി ടീച്ചർ പറഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു വലിയ ഫാക്ടർ. ഏതൊരു കുടുംബത്തിലുമാണ് ഇതിന്റെ തുടങ്ങേണ്ടത്, അവിടെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതിന് പേരൻസ് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. അത് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ആ അവയർനെസ്, അത് പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടുള്ള അവയർനെസ് ഒരുപക്ഷെ അടുത്ത ജനറേഷനിലോട്ട് എത്തുമ്പോൾ അത് മാറുമായിരിക്കാം. അവയർനെസ് വരുമ്പോഴത്തേക്കും കുറെ മാറ്റങ്ങൾ വരും. രണ്ടാമത്തെ കാര്യം പ്രൊസീഡ് വിത്ത് കോഷൻ എന്നുള്ളത്. അതായത് ഇപ്പം ചാക്കോ സാറും പറഞ്ഞു, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എപ്പോഴും ചരിത്രം പഠിക്കുന്ന എന്തിനാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ് ചരിത്രം പഠിക്കുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തെ അബദ്ധങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനാണ്. അതേപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ ജെൻഡർ ന്യൂട്രൽ ആയിട്ട് ഇപ്പൊ അടുത്ത ജെൻഡർ ന്യൂട്രൽ ബാത്റൂം വരുമായിരിക്കും. ഞാൻ തമാശയായിട്ട് പറയുന്നല്ല, 1-2 വർഷത്തിനുള്ളിൽ ഇത് വരും, ഉറപ്പാണ്. ആ വരുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കുക, ഒന്ന് റിസർച്ച് ചെയ്യുക, എന്താണ് ഇത് അഡോപ്റ്റ് ചെയ്തപ്പോൾ വന്ന റിസൾട്ടുകൾ, ഇത് എങ്ങോട്ടുള്ള പോക്കാണ്, അന്ന് ഒരു എന്ന് വെച്ചാൽ കോഷണറി ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവെയർ ആയിരിക്കുക. പൊതുവായി ഇത്തരത്തിലുള്ള സോഷ്യൽ കാര്യങ്ങളെ കുറിച്ച് അവെയർ ആയിരിക്കുമ്പോൾ പേരൻസിന് തന്നെ ഈ കാര്യത്തിൽ സഹായിക്കാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. സ്ത്രീക്ക് തീർച്ചയായും അർഹമായ പരിഗണനയും ബഹുമാനവും ആദരവും തീർച്ചയായും നൽകണം. എന്നാൽ ജെൻഡർ ന്യൂട്രാലിറ്റി, അതിലെ ഒളിഞ്ഞിരിക്കുന്ന അപകടകരമായ പ്രവണത നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രസക്തമായ ആശയങ്ങളാണ് ഈ ചർച്ച പങ്കുവച്ചത്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ചാക്കോ കാളമറമ്പിൽ, ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, ശ്രീ നിർമ്മല എബ്രഹാം, 3 പേർക്കും നന്ദി.